السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമീനുകളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണല്ലോ. അവർ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണല്ലോ. നീ പണിച്ചു കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ മജ്ലിസിലിരിക്കുന്ന ധാരാളം ആളുകൾക്ക് പല മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹ് അവർ സകലമാന ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണല്ലോ. അവർ ഉദ്ദേശങ്ങൾ നീ പണിക്കണല്ലോ. നീ സഫലീകരിക്കണല്ലോ. നീ നിറവേറ്റി കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെ നീ തളർത്തല്ല റബ്ബേ. അവർക്ക് നീ പരാജയം കൊടുക്കല്ലോ. അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ. അവർക്ക് നീ ബലാകൾ കൊടുക്കല്ലോ. അവർക്ക് നീ കടങ്ങൾ കൊടുക്കല്ലോ. അവർക്ക് നീ മാരകമായ രോഗം കൊടുക്കല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ഈ മജ്ലിസിൽ ഇരിക്കുന്നവരെ നീ വിജയിപ്പിക്കണല്ലോ. ഉന്നതമായിട്ടുള്ള വിജയം കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ ഇട്ടം വെക്കുന്ന ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ, ഇതിന്റെ ഖാദിമീങ്ങൾ അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണല്ലോ. ഈ മജ്ലിസിൽ ഇരിക്കുന്നതോടുകൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, സ്വർഗത്തിന്റെ പാന്താവായ, സ്വർഗത്തിന്റെ പാതയായ, സ്വർഗത്തിന്റെ ത്വരീഖായ മജ്ലിസുകളിൽ ഈ മജ്ലിസിനെ നീ ചേർക്കണല്ലോ. നീ ചേർക്കണല്ലോ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി റബ്ബേ. അവരെ ഖബറും നീ റാഹത്തിനാക്കി കൊടുക്കണല്ലോ. സ്വർഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ്. അല്ലാഹുവേ നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ. പരിപൂർണ ശിഫ കൊടുക്കണല്ലോ.
ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞു വിളിച്ചു, എന്റെ നാത്തൂന് തങ്ങളെ, ഞങ്ങൾ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതാണ്, നാത്തൂരും മജ്‌ലിസിൽ പങ്കെടുക്കുന്നതാണ്, ഒരു ക്യാൻസറിന്റെ ഒരു അംശം ശരീരത്തിലുണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞു. ഡോക്ടർമാര് വിധിയെഴുതി, നാളെ ചെക്കപ്പിന് പോവുകയാണ്, ഇന്ന് ചെക്കപ്പിന് പോവുകയാണ്. ഇന്നലെയാണ് അവർ വിളിച്ച് സങ്കടം പറഞ്ഞത്. മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാണ്, മജ്‌ലിസിൽ ഷിഫാഇന്റെ വെള്ളം വെക്കുന്നവരാണ്. തങ്ങളെ ദുആ ചെയ്യണേ. ആ റിസൾട്ടിൽ ഒന്നും ഒരു പ്രയാസമില്ലാതിരിക്കാൻ, ആ ഒരു അംശം കരിഞ്ഞു തീരാൻ, എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരാൻ തങ്ങളെ ദുആ ചെയ്യണേ. നേർച്ചകൾ വെച്ചിട്ടുണ്ട് അല്ലാഹുവേ. നേർച്ചയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മജ്‌ലിസിൽ ചൊല്ലുന്നതായിട്ടുള്ള ദിക്റിന്റെ, ഇസ്തിഗ്ഫാറിന്റെ, സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മജ്‌ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ടും വെക്കുന്നവരാണ്, സാദാതീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, സാദാതീങ്ങളെ ഇട്ടം വെക്കുന്നവരാണ്. മഹാനായ ഉപ്പാപ്പ ജമലുല്ലൈൽ ഉപ്പാപ്പ, അല്ലാഹു അവിടുത്തെ പൊരുത്തം കൊണ്ട്, അവിടുത്തെ കുരുത്തം കൊണ്ട്, അവിടുത്തെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണല്ലോ. ആ സഹോദരിയുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ റബ്ബേ, നീ മാറ്റി കൊടുക്കണല്ലോ, നീ മാറ്റി കൊടുക്കണല്ലോ. അങ്ങനെ ധാരാളം രോഗികളുണ്ട് റബ്ബേ, നീ ശിഫയാക്കി കൊടുക്കണല്ലോ. അങ്ങനെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ട് നീ മാറ്റി കൊടുക്കണമല്ലോ. അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു, നേർച്ചകള് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പവിത്രമാക്കപ്പെട്ട ഇതൊരു മുഖദ്ദിമയായിട്ട്, മുന്നൊരുക്കമായിട്ട് ദുആ ചെയ്ത് നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണ് മുഅ്മിനീങ്ങളെ നമുക്ക് എപ്പോഴും വേണ്ടത്? അദ്ദുആഉ സിലാഉൽ മുഅ്മിനിന്റെ ആയുധമല്ലേ ദുആ? ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുഅ്മിനിന്റെ ആയുധമാണ്, മുഅ്മിനീങ്ങൾ എടുക്കേണ്ട ഒരു ആയുധമാണത്. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എടുക്കണത്, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എടുക്കണം, ദുആ ചെയ്യണം. അതുകൊണ്ടാണ് ദുആ കൊണ്ട് തുടങ്ങിയത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ജുമാദുൽ ആഖിർ മൂന്നാമത്തെ പകലാണ് ഇന്ന്. തിങ്കളാഴ്ച ദിവസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ദിവസം. ഇന്ന് നോമ്പെടുക്കൽ വലിയ സുന്നത്താണ്. നമ്മളെ പോയി മജ്‌ലിസിൽ പറയാറുണ്ട്, ധാരാളം സ്വലാത്ത് ചൊല്ലൽ ഇന്നത്തെ ദിവസത്തിൽ വലിയ ശ്രദ്ധയുണ്ട്, വലിയ പോരിശയുണ്ട്. അതുകൊണ്ട് മജ്‌ലിസിൽ നിന്ന് സ്വലാത്തുകൾ അധികരിപ്പിച്ചോ, ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ. ഹബീബായ തങ്ങളെ പ്രിയം വെക്കാൻ, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ, അവിടുത്തെ ആ പൂമേനി ഒന്ന് സ്വർഗത്തിൽ ദർശിക്കാൻ, സ്വപ്നത്തിൽ ദർശിക്കാൻ, മനാമിലൊന്ന് കാണാൻ ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിച്ചോ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ സ്വലാത്തിനെ, ദിക്റിനെ, ഇസ്തിഗ്ഫാറിനെ എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ദിക്ർ ചൊല്ലുന്ന മജ്‌ലിസല്ലേ? ദിക്ർ ചൊല്ലുന്ന മജ്‌ലിസിന്റെ പ്രത്യേകത എന്താ? ഒരാൾ പ്രഭാത സമയത്ത് ദിക്ർ ചൊല്ലിയാൽ അവന്റെ പ്രദോഷം വരെയുള്ള കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കും, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. ആ പ്രദോഷം വരെ, വൈകുന്നേരം വരെ നീ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കും. നീ ചെറിയ പാപങ്ങൾ ചെയ്താൽ അല്ലാഹു അത് പൊറുക്കും എന്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ടല്ലേ ഇസ്തിഗ്ഫാർ എന്ന് നമ്മൾ ചൊല്ലാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങളുണ്ട്, അറിയാതെ വന്നു പോയ പാപങ്ങളുണ്ട്. എല്ലാം അല്ലാഹ് നീ പൊറുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു ത്വരീക്ക്, നല്ലൊരു നല്ല റൂട്ട് കാണിച്ചു തരണേ റബ്ബേ. നിങ്ങളോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല.
നീയാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. അല്ലാഹുവിന് ഉത്തരം നൽകണം. നീ ഞങ്ങളെ ദുആയിനൊക്കെ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട സയ്യിദിയ മജ്ലിസ്, അതും നമ്മൾ എവിടുന്നാ ചൊല്ലുന്നത്? പവിത്രമാക്കപ്പെട്ട സയ്യിദിയ മജ്ലിസിൽ. ഈ സയ്യിദിയ മജ്ലിസിന്റെ പ്രത്യേകത എന്താണ്? മഹാന്മാരായ ഉപ്പാപ്പമാർ, മഹാനായ ജമലുല്ലൈലി പാപ്പ അവിടുത്തെ നോട്ടമുള്ള കാവലുള്ള മജ്ലിസാണ്. അതുകൊണ്ട് തളരൂല, നിങ്ങൾ എവിടെയും കയങ്ങൂല, നിങ്ങളെ പ്രയാസങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് നീങ്ങും. ഡോക്ടർമാര് വരെ കഴിയൊഴിഞ്ഞ കേസുകൾ നമ്മളെ മജ്ലിസിൽ നിന്ന് ശിഫയായിലെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അങ്ങനെ ധാരാളം കേസുകൾ, ഓരോ കേസുകൾ മജ്ലിസ് തുടങ്ങിയത് മുതൽ ഓരോരോ ദുആ വസിയത്തുകളാണ്. തങ്ങളെ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ, മകൾക്ക് വിവാഹം നടക്കാൻ. വിവാഹം നടക്കുകയാണ്, രോഗങ്ങൾ ശിഫയാവാൻ, ക്യാൻസർ ഉണ്ട്, അതിന്റെ അംശം ശരീരത്തിലുണ്ട്, അല്ലാഹു ശിഫയാക്കി കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? എന്റെ പോരിശയാണോ, എന്റെ മഹിമയാണോ? എല്ലാം മഹാന്മാരായ ഉപ്പാപ്പമാര്, ഞങ്ങൾക്ക് ഉപ്പാപ്പമാര് ഒരു പോരിശുള്ളവരല്ലേ. പേരമക്കള് ചോദിക്കാണ്, എന്റെ ഫضل പറയല്ലോ, എന്റെ മഹിമ പറയല്ല, എന്റെ അനാനിയത്ത് ഞാൻ പറയല്ല. പേരക്കുട്ടികൾ ചോദിക്കുകയാണ്, പാപ്പ അല്ലാഹുവിന്റെ സഹായത്തായി നമുക്ക് ഉത്തരം നൽകും. പടച്ചതമ്പുരാന്റെ സഹായത്താൽ ഉത്തരം നൽകുകയാണ്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. ഉപ്പാപ്പയോട് ചോദിക്കുകയാണ്. മഹാനായ ഉപ്പാപ്പ ജമലുല്ലൈലി പാപ്പ ധാരാളം കറാമത്തുകൾ കാണിച്ച മഹാനായ ഉപ്പാപ്പ. നമ്മൾ ചോദിക്കുകയാണ്, അല്ലാഹുമായി ഏറ്റവും അടുത്തവരാണ് അവരോട് നമ്മൾ തവസ്സുൽ ചെയ്ത് നമ്മൾ ചോദിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല, അല്ലാഹു അവരെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു കബൂലാക്കും. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ഈ മാസത്തിൽ നമ്മൾ ധാരാളം ദിക്റുകളൊക്കെ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ, അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കുകയാണെങ്കിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു കബൂലാക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين
محمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمن الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين.
نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جنه قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما مدبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹു നീ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ്. ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ, ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ്. ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം 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 യാ ഹയ്യ യാ ഖയ്യൂം. അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാഅ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ഹഖ് ജാഅ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാഅ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഅ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. അതിന്റെ ത്വരീഖ് നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം 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 യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം
يا ذا الجلال والإكرام اتنا على دين الإسلام 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 يا ذا الجلال والإكرام أمتنا على دين الإسلام أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്റ് നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم
لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ് നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ് ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ് നീ വെറുതെയാക്കല്ല അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന് കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ എൻ്റെ കൂട്ടുകാരി ഗർഭിണിയാണ് 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ് 3ാമത്തേത് ഗർഭിണിയാണ് നല്ല സുഖപ്രസവം കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹു ഇനി സുഖപ്രസവം കൊടുക്കണേ റബ്ബേ നീ സുഖപ്രസവം കൊടുക്കണം അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കണം അല്ലാഹ് മുസീബത്തുകൾ നീ തീർത്ത് കൊടുക്കണം അല്ലാഹ് ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ് കടങ്ങളെല്ലാം കടം കൊടുത്ത പൈസയും പൊന്നും കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യണം ഞങ്ങളെ അർഹമർ റഹീമീനായ തമ്പുരാനെ എല്ലാം നീ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുത്തവർക്ക് നീ കൊടുക്കണേ റബ്ബേ കൊടുക്കണേ റബ്ബേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ മക്കൾ തമ്മിൽ ഐക്യവും സ്നേഹവും ജോലിയിൽ ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹു വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാഹ് പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ് മക്കളുടെ ഇടയിൽ നല്ല ഐക്യം നീ പ്രദാനം ചെയ്യണം അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഭർത്താവിന് ഖൈറായ ജോലി കിട്ടാൻ ഞങ്ങളിപ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യണേ ഒരു ഖൈറായ നല്ലൊരു ജോലി നീ അടുപ്പിക്കണം അല്ലാഹ് ദുആ ചെയ്യണേ ഞങ്ങളെ മനസ്സ് നന്നാവാൻ തെറ്റായ ചിന്തകൾ ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ മനസ്സിനെ നന്നാക്കി കൊടുക്കണം അല്ലാഹ് തെറ്റായ ചിന്തകൾ നീ കൊടുക്കല്ല റബ്ബേ എൻ്റെ ഉമ്മയും ഉപ്പയും ഖബറിലാണ് അവരുടെ ബർസഖിയായ ജീവിതം റാഹത്താവാൻ പ്രത്യേകമായി ദുആ ചെയ്യണം ഞങ്ങളെ അല്ലാഹുവേ അവരുടെ ഖബറിനെ നീ റാഹത്തിലാക്കി കൊടുക്കണം അല്ലാഹ് സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണം അല്ലാഹ് തങ്ങളുപ്പാ ഭയങ്കര പ്രയാസത്തിലാണ് ഞങ്ങളെ വല്ലാത്തൊരു വിഷമത്തിലാണ് എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടാൻ ദുആ ചെയ്യണേ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ് വിഷമങ്ങളും പ്രയാസവും നീ മാറ്റി കൊടുക്കണേ റബ്ബേ തങ്ങളുപ്പാ മക്കള് മരുമകൻ പേരക്കുട്ടികൾ എല്ലാവരുടെയും അസുഖങ്ങൾ മാറാൻ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ ഖൈറായ കുടുംബജീവിതം കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ തങ്ങളെ മകന്റെ അസുഖം മാറി മരുന്ന് നിർത്താൻ ഖൈറായ ജോലിയും വിവാഹവും പെട്ടെന്ന് ശരിയാവാൻ സന്തോഷമുള്ള കുടുംബജീവിതം കിട്ടാൻ ദുആ ചെയ്യണേ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ നല്ല ഖൈറായി ഇണയെ നീ അടുപ്പിക്കണം അല്ലാഹ്
നല്ല ഹൈറായ ജോലി അടുപ്പിക്കണേ തമ്പുരാനെ. തങ്ങളുപ്പ എൻ്റെ മകന്റെ ജോലി വളരെ പ്രയാസമാണ്. 13 മണിക്കൂർ ജോലിയാണ്, ഒരു ദിവസം പോലും ലീവില്ല. ശമ്പളം കുറവാണ്, ജോലി സമയം കുറവാനും മാസത്തിൽ 2 ദിവസം ലീവ് കിട്ടാനും ശമ്പളം കൂട്ടിക്കിട്ടാനും ദുആ ചെയ്യണേ. അതെല്ലാം നീ ഹൈറിലാക്കി കൊടുക്കണേ റബ്ബേ. ഭർത്താവിന്റെ ദുസ്വഭാവം മാറിക്കിട്ടാൻ നല്ല റാഹത്തായ ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹു ദുസ്വഭാവം നീ മാറ്റി കൊടുക്കണല്ലോ, റാഹത്തായ നല്ല ജീവിതം നീ കൊടുക്കണല്ലോ. എൻ്റെ ഭർത്താവും മോനും 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ. 5 നേരം നിസ്കരിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണല്ലോ. അസ്സലാമു അലൈക്കും. നിങ്ങളെ എൻ്റെ ഉമ്മച്ച ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ശിഫയാവാൻ, ബിസിനസ്സിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ, എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ പൊന്നുമ്മാടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണല്ലോ, ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണല്ലോ. നിങ്ങളുടെ വീട് പണി എത്രയും പെട്ടെന്ന് തുടങ്ങാനും ഒരു ഹൈറായ വീടുണ്ടാവാനും സ്ഥലം വാടക കൊടുത്തത് പല പ്രശ്നം മൂലം മുടങ്ങിയിരിക്കുകയാണ്. എല്ലാം ഹൈറായി കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ ആങ്ങളക്ക് ഹൈറായ നല്ലൊരു വീട് നീ പ്രദാനം ചെയ്യണല്ലോ. റാഹത്ത് കൊടുക്കണേ റബ്ബേ, ഹൈറും ബർക്കത്തും കൊടുക്കണല്ലോ. വീടുണ്ടാവാനുള്ള സമ്പത്തും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണല്ലോ. മരിച്ചുപോയ ഉമ്മ ഉപ്പ മറ്റു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ ഖബർ നീ റാഹത്തിലാക്കി കൊടുക്കണല്ലോ, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണല്ലോ. ഞങ്ങളുപ്പ എൻ്റെ മോന് സ്വലിഹായ മോനാവാൻ ദുആ ചെയ്യണേ. അല്ലാഹു പൊന്നു മോനെ സ്വലിഹീങ്ങളിൽ ചേർക്കണല്ലോ. തങ്ങളെ എന്നെ ആർക്കും ഇഷ്ടമില്ല, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആങ്ങളക്കും എൻ്റെയും എൻ്റെ ഭർത്താവിനെയും ഇഷ്ടമില്ല. അവർ ഞങ്ങളെ സ്നേഹിക്കാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും. എൻ്റെ മോന് നല്ല ബന്ധം കിട്ടാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും. തങ്ങളെ എൻ്റെ മോന് പ്രമോഷൻ കിട്ടാൻ ദുആ ചെയ്യണേ. ഈ മജ്ലിസിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് സിഹ്ർ ബാത്തിലാവാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും. മോന് ടെൻഷൻ മാറാൻ, പഠിച്ചു പരീക്ഷ എഴുതുവാൻ ദുആ ചെയ്യണേ. തങ്ങളുപ്പായി മജ്ലിസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്, ബുദ്ധിമുട്ടാണ്, ഭയങ്കര സങ്കടമാണ്. എല്ലാ ദിവസവും നോക്കും, മജ്ലിസ് ഇല്ല എന്ന് കണ്ടാൽ തങ്ങളുപ്പാന്റെ വേറെ മജ്ലിസ് ഇരുന്ന് കാണും. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവർക്ക് ഖൈർ കൊടുക്കണല്ലോ. ഈ മജ്ലിസിനെ ആത്മാർത്ഥമായി നടക്കുന്നവരാണ്, ഈ മജ്ലിസിന്റെ മുഹിബ്ബാൻ. അല്ലാഹുവേ പ്രയാസം നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ട് വെക്കുന്നവർ. കൊയക്കല്ല നാഥാ. അങ്ങനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണമല്ലോ. എല്ലാവരുടെയും ബുദ്ധിമുട്ട് നീ തീർത്തു കൊടുക്കണമല്ലോ. ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണമല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين
ജബ്ബാറായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്, അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4
4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു. ഒരു വിളിയുമില്ല തങ്ങളെ. ദുആസിനെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ, കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ,
ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ, വിശാല നൽകണല്ലോ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.